ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു. എപ്പഫ്രാസ് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. അപ്പോസ്തലനായ പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യവാചകം കൂടെയാണിത്. കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ എപ്പഫ്രാസ് ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് കൊലോസ്യരോട് പൗലോസ് പറയാണ്, അവൻ നിങ്ങൾക്കു വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ കൊലോസ്യ സഭ സ്ഥാപിതമായത് എപ്പഫ്രാസിനാലാണ്. അതുകൊണ്ട് തന്നെ ആ സഭ സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ സഭയോടുള്ള ബന്ധത്തിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളും ബദ്ധപ്പാടുകളും കഠിനാധ്വാനങ്ങളും ഒക്കെ എപ്പഫ്രാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ആ സഭ നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ ബദ്ധപ്പാടും ഉത്തരവാദിത്തങ്ങളും അധ്വാനങ്ങളുമുള്ള മേഖലയാണ്. ഈ കാര്യത്തിലൊക്കെ എപ്പഫ്രാസ് വളരെ ശുഷ്കാന്തിയോടെ ദൈവകൃപയോടെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊലോസ്യ സഭയുടെ ഇന്നത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ പൗലോസിനത് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പറയുന്നത് കൊലോസ്യരോട്, അവൻ നിങ്ങൾക്ക് വേണ്ടി വിശ്വസ്ത ശുശ്രൂഷകനായിരുന്നു എന്ന്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ 8-9 വാക്യങ്ങൾ വരെ വായിക്കുമ്പോൾ കൊലോസ്യ സഭയിലെ സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത് എപ്പഫ്രാസ് പറഞ്ഞതനുസരിച്ച് പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ചിന്തിച്ചു കൊണ്ടിരുന്നു. കൊലോസ്യരുടെ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, അവർക്ക് ആത്മാവിനാലുള്ള സ്നേഹം, അവരുടെ ഇടയിലെ ആത്മാവിനാലുള്ള സ്നേഹത്തെക്കുറിച്ച്, അതുപോലെ അവർ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച്, ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. കൊലോസ്യ സഭ എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി കൂടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നോസിസം മുഖാന്തരമുള്ള പല പ്രശ്നങ്ങൾ ആ സഭയിലേക്ക് വന്നു കയറിയിട്ടുണ്ട്. ആ സാഹചര്യത്തെ കൂടെ എപ്പഫ്രാസും തന്നോടൊപ്പമുള്ള ദൈവജനവും അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അനുകൂലമോ പ്രതികൂലമോ ആയ ഏതു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടാതെ ദൈവകൃപയോടെ കർത്താവിനു വേണ്ടി ധീരതയോടെ പ്രവർത്തിക്കുകയാണ് എപ്പഫ്രാസ്. ആ എപ്പഫ്രാസിൻ്റെ പ്രവർത്തന ശൈലിയെ പ്രകീർത്തിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും പൗലോസ് പറയുകയാണ്, അവൻ വിശ്വസ്ത ശുശ്രൂഷകനാണ്. വിശ്വസ്തത എന്ന പദം നമ്മൾ ധാരാളമായി ഉപയോഗിക്കുകയും കേൾക്കുകയും ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ധാരാളം പ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഈ പദം ഫലകരമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളിൽ ഒന്നാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് 36-ാം സങ്കീർത്തനത്തിൽ അദ്ദേഹം പറയുന്നത്, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. ദാവീദ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 89-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ 1-2 വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത്, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ദൈവത്തിൻ്റെ അതിരറ്റ വിശ്വസ്തതയെക്കുറിച്ച് തലമുറ തലമുറയോളം ഞാനതറിയിക്കും, എൻ്റെ വായ് കൊണ്ട് ഞാനതറിയിക്കുമെന്ന് ലേഖനകാരൻ അവിടെ പറയുകയാണ്. അപ്പോൾ നാം ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വസ്തത എന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. തിമോഥെയോസിൻ്റെ ലേഖനം 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പൗലോസ് ആ വിശ്വസ്തതയെക്കുറിച്ച് ഗ്രഹിച്ചിട്ടെന്നവണ്ണം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവിടുന്ന് വിശ്വസ്തനാണ്, പക്ഷേ
നമ്മൾ അവിശ്വസ്തരാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. പൗലോസ് അവിടെ പറയുന്നത് എങ്ങനെയാണ്? നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വസ്തത എത്രമാത്രമാണെന്നുള്ളത്. നമ്മെ എല്ലാവരെയും കർത്താവ് ഓരോ പദവികൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരമ്മയുടെ റോള്, ഭാര്യയുടെ റോള്, മകളുടെ റോള്, മരുമകളുടെ റോള്, അതുപോലെ ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള റോളുകൾ, അങ്ങനെ വ്യത്യസ്തമായ പല റോളുകളും ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യനെന്ന നിലയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന റോളുകളിൽ നാം എത്രമാത്രം വിശ്വസ്തരാണ്? 12-ാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഒരു വിലാപം നമ്മൾ കാണുന്നുണ്ട്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കും. പക്ഷേ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം, നമുക്കെത്രമാത്രം വിശ്വസ്തരായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എപ്പഫ്രാസിനെ കുറിച്ച് അതിഗംഭീരമായൊരു സാക്ഷ്യം പൗലോസ് പറഞ്ഞു. അദ്ദേഹം വിശ്വസ്തനാണെന്നുള്ളത്. തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷാപരമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം വിശ്വസ്തനായി നിൽക്കുന്ന ഒരു എപ്പഫ്രാസ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും, പ്രതിസന്ധികളൊക്കെ ഉണ്ടായി കാണും. ഒരുപക്ഷെ മനുഷ്യനെന്ന നിലയിൽ ചിലപ്പോഴെങ്കിലും നിരാശാജനകമായ പല അവസ്ഥകളും എപ്പഫ്രാസ് നേരിട്ടിട്ടുണ്ടാവാം. അത്തരം സാഹചര്യങ്ങളൊക്കെ നേരിടുമ്പോൾ നാം സാധാരണ ദൈവസന്നിധിയിൽ ബലപ്പെടുന്നത് വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്നുള്ള ആ വാചകത്തിലാണ്. ശരിയാണ്, അവിടുന്ന് വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിലെ പല സ്വഭാവ വൈകൃതങ്ങളും ദൈവം നമ്മോട് കണക്കിടാതെ അവിടുന്ന് നമ്മെ ചേർത്ത് നിർത്തുകയും നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും ചെയ്യുന്നത് അവിടുന്ന് നമ്മോടുള്ള വിശ്വസ്തത കൊണ്ടാണ്. നമ്മെ വിളിച്ച വിളി, ആ വിളിയിൽ കർത്താവ് നമ്മോട് വിശ്വസ്തത കാണിക്കുന്നത് കൊണ്ടാണ് നാം ഇന്നും നിലനിന്നു പോകുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് ലഭിച്ച എത്രയോ അവസരങ്ങൾ നാം നഷ്ടമാക്കി. നമുക്ക് ലഭിച്ച പദവികളിൽ നമ്മൾ എത്രമാത്രം വിശ്വസ്തരായിട്ട് നിന്നു. നമുക്ക് ലഭിച്ച പല പദവികളിലും ഉത്തരവാദിത്തമില്ലാതെ അലസതയോടെ നാം പെരുമാറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. നമ്മൾ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിലടക്കം വിശ്വസ്തത പുലർത്തുവാനായിട്ട് എത്ര വിഷയങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഒരാത്മപരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല, സങ്കീർത്തനക്കാരൻ ദാവീദ് 12-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്ന ആ ഒരു കാലഘട്ടം, അവിടെയാണ് നമ്മളും ജീവിക്കുന്നത്, അവിടെയാണ് നമ്മളും എത്തി നിൽക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തത പുലർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.